നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം കുഞ്ഞുവാവകൾക്ക്, അതായത് 6 മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുവാവകൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് അവരുടെ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയങ്ങളിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവരുടെ ഹെൽത്തിന് സഹായിക്കാവുന്ന, അവർക്ക് യാതൊരു തരത്തിലുള്ള ഡൈജഷൻ പ്രോബ്ലംസ് വരാത്തതുമായിട്ടുള്ള, ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാത്തതുമായിട്ടുള്ള ഫുഡുകളായിരിക്കണം നമ്മൾ അവർക്ക് ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലേ. അതുവരെ അവർ അമ്മയുടെ പാല് തന്നെ കുടിച്ച് വളർന്ന് വരുന്ന ഒരു 6 മാസം വരെ അങ്ങനെ പതുക്കെ വളർന്ന് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു 6 മാസം മുതൽ പിന്നെ ആ ഒരു അമ്മയുടെ പാല് മാത്രം കുടിച്ച് വരുന്ന കുട്ടിയുടെ ആ ഒരു ഡൈജഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിച്ചറിയാം അല്ലേ. അതായത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ കട്ടിയായിട്ടുള്ള ആഹാരങ്ങളൊന്നും തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന, അവരുടെ ശരീരത്തിന് പക്ഷേ ഏറെ ഗുണങ്ങളുമായിട്ടും അത് കൊടുക്കുന്നത് വഴി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതുമായിട്ടുള്ള ഫുഡുകൾ വേണം നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഫുഡ് തന്നെയാണ് നമ്മളുടെ കുന്നംകായ അല്ലെങ്കിൽ കണ്ണങ്കായ. പല നാടുകളിൽ പല പേരുകൾ പറയുന്നുണ്ട്. കണ്ണങ്കായ പൊടിയൊക്കെ നമ്മൾ കുറുക്ക് രൂപത്തിൽ കുറുക്കി കൊടുക്കുന്നത് അല്ലേ. അതായത് കുറുക്ക് രൂപത്തിൽ അവർക്ക് കൊടുക്കുന്ന രീതി, സെമി സോളിഡ് എന്ന രീതിയിൽ ആദ്യം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു രീതി മിക്കവരും നമ്മൾ പിന്തുടർന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ കണ്ണങ്കായ കൊടുക്കുന്ന രീതി. ഇത് അവർക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈസി ഡൈജസ്റ്റബിൾ ആണ് ഈ ഒരു കണ്ണങ്കായ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഹെൽത്തി ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യത്തിനോടൊപ്പം തന്നെ നിറയെ പൊട്ടാസ്യം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സമീകൃത ആഹാരമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഈ ഒരു കുന്നങ്കായ പൊടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതായത് കുറുക്കെന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് ഒരു 6 മന്ത്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുന്നങ്കായ പൊടി അവർക്ക് കുറുക്കുന്ന രൂപത്തിൽ കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയങ്ങളിൽ നമ്മൾ ഒരു ഭക്ഷണം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 15 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കൊടുക്കുക. പിന്നെ ഈ ഒരു കുറുക്ക് ആദ്യം നമ്മൾ ഒരു 1 ഇയർ വരെ കുട്ടികൾക്ക് സാധാ വെള്ളത്തിൽ കുറുക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ പശുവിൻ പാലോ മറ്റു പാലുകളൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കെന്ന രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അവരുടെ ഡൈജഷന് സഹായിക്കുന്ന അതാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ പാലിലോട്ട്, അതായത് 6 മാസമുള്ള കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പശുവിൻ പാലിലൊക്കെ ഈ ഒരു കുറുക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദഹനത്തിന് ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഒരു വയസ്സ് വരെ അവർക്ക് സാധാ നോർമൽ വാട്ടറിൽ നമുക്ക് കുറുക്കി കൊടുക്കാവുന്നതാണ്. ആദ്യമൊക്കെ 1 സ്പൂൺ 2 സ്പൂൺ എന്ന രീതിയിൽ എടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കതിൻ്റെ പാകം അറിയാമെന്ന് വിചാരിക്കുന്നു. സെമി സോളിഡ് എന്ന രീതിയിൽ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അതായത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, പക്ഷെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമ്മൾ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പൂൺ ഇങ്ങനെ ഒന്ന് താഴ്ത്തി, അതായത് കുറുക്കെടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് താഴ്ത്തി നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഒലിച്ചു പോകാനും പാടില്ല, ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ആ ഒരു കുറുക്കിന് വേണ്ടത്. അതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുകയുണ്ടാവുക. അതാണ് അവരുടെ ശരീരത്തിന് നല്ലതും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന വഴി അവരുടെ ദഹനം പെട്ടെന്ന് നടക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ കുന്നങ്കായ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, കുട്ടികൾക്ക് ഒരു 1 to 2 ഇയർ ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അതായത് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കാവുന്ന ഫുഡുകൾ ആണ് നമ്മൾ ആ സമയങ്ങളിൽ കൂടുതലായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കുന്നങ്കായ നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതി ഉപയോഗിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 6 months മുതൽ 1 year വരെ അവർക്ക് ഇടവിട്ടിട്ട് നമുക്ക് ഈ ഒരു കുന്നങ്കായ ഒരു നേരം എന്ന രീതിയിൽ അവർക്ക് കുറുക്കുന്ന രീതിയിൽ കുറുക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം മെല്ലെ മെല്ലെ പല കുറുക്കുകളും പല ഫുഡുകളും പതിയെ പതിയെ നമുക്ക് ആഡ് ചെയ്ത് വരാവുന്നതാണ്. പക്ഷേ മസ്റ്റായിട്ടും നമ്മൾ കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് കുന്നങ്കായ എന്ന് പറയുന്നത്. ഇതിലൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് യാതൊരു വക, അതായത് അവരുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഡൈജഷൻ ഈസി ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്ന ജലദോഷം അതുപോലെ തന്നെ പനി ഇതൊന്നും തന്നെ അവർക്ക് ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത് വളരെയധികം കുറയും കേട്ടോ. അതായത് ഇതിൽ ഇങ്ങനെ ദഹനം പ്രക്രിയ വളരെ സ്ലോ ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക്, അതായത് കുഞ്ഞു മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്, ജലദോഷം വരുന്നത്, ഇങ്ങനെ ഫുഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ കുന്നങ്കായൊക്കെ കുറുക്കി കൊടുക്കുന്ന സമയങ്ങളിൽ ഇവർക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം അതുപോലെ തന്നെ പനി ഇതൊക്കെ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ. അവർക്ക് ഇമ്മ്യൂണിറ്റി, അവർക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ തന്നെ ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുന്നു. പിന്നെ ദഹനം നല്ല രീതിയിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാണുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫുഡ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് വീടുകളിൽ തന്നെ അവൈലബിൾ ആണ്, വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കുന്നങ്കായ എന്ന് പറയുന്നത്. പല വീടുകളിലും ചിലപ്പോൾ നമ്മുടെ ഈ വാഴപ്പഴം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുന്നങ്കായയുടെ മൂത്ത്, അതായത് നല്ല പഴുപ്പായിട്ടുള്ള കായ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. ഒരു ഇളം, അതായത് നല്ലൊരു മൂപ്പാവുന്നതിന് മുന്നായിട്ട് ചെറിയൊരു മൂപ്പോട് കൂടിയിട്ടുള്ള കുന്നങ്കായ എടുത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഈ കുന്നങ്കായ പൊടി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സുരക്ഷിതത്തോട് കൂടിയിട്ട് അല്ലെ, നല്ലൊരു അവർക്ക് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. അതായത് എന്തെങ്കിലും നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫുഡുകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്ത് അതിൽ അഴുക്കൊന്നും ഇല്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുള്ളൂ അല്ലേ. വളരെയധികം നമ്മൾ കെയർഫുള്ളാണ് അവരുടെ കാര്യത്തിൽ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് വളരെയധികം പേഴ്സണലി അറിയുന്ന ഒരു കമ്പനിയാണ് വുമൺ ടു ഫ്ലൈ എന്ന ബ്രാൻഡിലുള്ള കുന്നങ്കായപ്പൊടി നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാവുന്നതാണ്. ഇത് നമ്മളുടെ വീട്ടിലുള്ള അമ്മമാർ തന്നെ മുൻകൈ എടുത്തിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പൊടിയാണ്. അതായത് യാതൊരു മായം ചേർക്കാതെ, യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ, അതിൽ നമ്മൾ ഷുഗർ പോലും അവർ ആഡ് ചെയ്യുന്നില്ല, യാതൊരു വക പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറലി നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് അമ്മമാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ കൂട്ടായ്മ എന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ വളരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പൊടിയാണ് ഈ ഒരു കുന്നങ്കായപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ വുമൺ ടു ഫ്ലൈ എന്ന ബ്രാൻഡിൻ്റെ കുന്നങ്കായപ്പൊടി നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം നിങ്ങൾക്കൊരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. ഇതിൽ യാതൊരു വക മായവും ഇല്ല. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുട്ടികൾക്ക് നല്ല ഹെൽത്ത് വരണം എന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാ പേരൻസും അല്ലേ. കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ രക്ഷിതാക്കളും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു വീനിങ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അവർക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർ എന്തായാലും മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒന്നും തന്നെയാണ് കുന്നങ്കായപ്പൊടി എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് കുറുക്കുന്ന രീതിയിൽ കൊടുക്കാം. പിന്നെ വളർന്ന് അവർക്ക് ഇഷ്ടമായി വരുന്ന സമയത്ത് ഇതിന് പല രീതിയിൽ അപ്പം എന്ന രീതിയിൽ ഉണ്ടാക്കാം, നമുക്ക് അട എന്ന രീതിയിൽ ഉണ്ടാക്കാം, പല കോമ്പിനേഷൻ എന്ന രീതിയിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു കുന്നങ്കായപ്പൊടിയൊക്കെ വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുണ്ടോ. നമുക്ക് ഏലക്കാപ്പൊടി ഇട്ടിട്ട് കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് നമുക്ക് അട പോലെയൊക്കെ ഉണ്ടാക്കുന്നു, വളരെ നാളികേരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റിയാണത്. ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി പലഹാരം എന്ന രീതിയിൽ ഉണ്ടാക്കാനും പറ്റും.
അത് നമുക്ക് ഇത്തിരി വലിയ കുട്ടികൾക്ക് അങ്ങനെയും കൊടുക്കാം. ഇത് എത്രത്തോളം കഴിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഉള്ളിലോട്ട് എത്തിക്കാൻ പറ്റുന്നോ അത്രയും വളരെ നല്ലതാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വലിയ കുട്ടികളായാലും കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പലഹാരം എന്ന രീതിയിലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് അവരെ ഉള്ളിലോട്ട് എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് നമ്മളത് ശ്രമിക്കേണ്ടതാണ്. അത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിലുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിൽ വുമൺ ടു ഫ്ലൈൻ്റെ ബ്രാൻഡിലുള്ള ഈ ഒരു കുന്നങ്കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ആ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു കമ്പനി നിങ്ങളെ അതിന് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഡെലിവറി ഓൾ ഇന്ത്യ ബേസിൽ ഡെലിവറി ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് അത് എത്തിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കുന്നങ്കായയെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കൊടുക്കാൻ ആരംഭിക്കുക. താങ്ക് യു.